ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് താത്തയും മോളും കുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവൻ്റെ കളികളൊക്കെ കണ്ടിട്ട് അങ്ങനെ സിറ്റൗട്ടിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് പിന്നെ ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറാണ് കേട്ടോ. എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് എന്തുണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. മുട്ടേനെയല്ലോ കേട്ടോ ഫ്രിഡ്ജിൽ, പിന്നെ അതുകൊണ്ട് തന്നെ ഒന്നൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. അതിന് ഞാനിതാ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ടനെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഒരു സബോള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഇതിനെ. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഞാനിത് അതിനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മാവിനൊക്കെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഞാനിതാ ഒരു ബൗളാക്കി എടുക്കുകയാണ്. ചീഞ്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഞാനിതാ ചൂടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മാവിനൊക്കെ ഞാൻ ഓരോ ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മുട്ട മിക്സും കുറച്ച് റസ്ക് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാവിനെ ഞാനിതാ മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പൊരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. എല്ലാവരും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ഞാൻ എങ്ങനെ ഇതിൻ്റെ മാവ് ഉണ്ടാക്കിയെന്നൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിന് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുള്ള പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാനിതാ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടുവെള്ളം കൊണ്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിതാ മാവിനേക്ക് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഓരോ ബോളാക്കി എടുത്താണ് കേട്ടോ. അങ്ങനെ ഇതാ സ്നാക്സ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മുട്ട മിക്സ് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഞാനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാനിത് ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ചൂടോടെ കഴിക്കാൻ. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. പിന്നെ ഞാനിതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ മോള് കോളേജ് വിട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ വന്നപ്പോൾ അവൾക്ക് ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി. പിന്നെ താത്താക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് അവരൊക്കെ പോവുകയാണ് കേട്ടോ. മോനിതാ ടാറ്റയൊക്കെ തരികയാണ്. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞാനും കുട്ടികളും കൂടെ ഇതാ ചായ കുടിക്കുകയാണ്. എല്ലാട്ടൊക്കെ പുറത്തു പോയിരിക്കുകയാണ്. ആ മുട്ടൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ വൈകുന്നേരം 7:30 കേട്ടോ സമയം. മോൾക്ക് കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ ഫ്രണ്ടും അമ്മയും വന്നിട്ടുണ്ട്.
ഇതാ ഞങ്ങൾ അവരുടെ കോളേജിലോട്ട് ആക്കാൻ ഞാനും ഇക്കും മോനും കൂടെ പോവുകയാണ് കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് 9 മണിക്ക് കോളേജ് എത്താനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. കൊഴമന്ന വെള്ളപ്പാറയാണ് കേട്ടോ മോളുടെ കോളേജ്. അങ്ങനെ ഞങ്ങളിതാ 9 മണിൻ്റെ ഉള്ളിൽ കോളേജൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. അങ്ങനെ കോളേജൊക്കെ എത്തിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവർ പോവാൻ. അങ്ങനെ ഇതാ എല്ലാവരുടെയും പേരൻസും വന്നിട്ടുണ്ട്. അങ്ങനെ മിസ്സൊക്കെ വന്ന് അതിൻ്റെ അറ്റൻഡൻസൊക്കെ എടുത്തിട്ട് ഇതാ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. വീഡിയോ എടുക്കേണ്ടത് കണ്ടിട്ട് ആ കുട്ടികളെല്ലാവരും നിന്ന് തരുന്നുണ്ട് കേട്ടോ. പക്ഷേ രാത്രി ആയതുകൊണ്ട് ക്ലിയറേ ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിൽക്കുമ്പോഴേക്കും ഇതാ അവരുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അവർ ഫുൾ ഹാപ്പിയിലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ബസ്സിലൊക്കെ കയറി ഇരിക്കുകയാണ്. അങ്ങനെ അവർ പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നത്. ഇതൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.